ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാമലിൻ ആർട്ടിസ്റ്റ് വാട്ടർ കളർ, ഇന്ത്യൻ ഹാൻഡ് മെയ്ഡ് പേപ്പർ, ബ്രസ്ട്രോയുടെ ബ്രഷ് തുടങ്ങിയവയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ടൂൾസ്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്ന് നമ്മളൊരു നായയുടെ രൂപമാണ് വരയ്ക്കുന്നത്. ഒരു ചെറിയ പെൻസിൽ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഒരൊറ്റ നിറം ഉപയോഗിച്ചാണ് ഈ വർക്ക് നമ്മൾ ചെയ്യുന്നത്. ബേൺഡ് സിയന്നയാണ് നമ്മൾ ഉപയോഗിക്കുന്ന നിറം. ബേൺഡ് സിയന്നയും പിന്നെ ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പെയിൻ്റാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ടോണിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ബേൺഡ് സിയന്നയും അതുപോലെ കൊബാൾട്ട് ബ്ലൂവും അവസരോചിതമായി ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ലൈറ്റ് കളറിലാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ബ്രഷ് കൺട്രോൾ ആവശ്യമാണ്. ഫ്ലാറ്റ് ബ്രഷ് പോലെ അത്ര ഷാർപ്പായിട്ടുള്ള ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കുറച്ച് ടെക്സ്ചറുള്ള പേപ്പറിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് പേപ്പറിൻ്റെ വൈറ്റ് കളറ് പല ഭാഗങ്ങളിലും കാണുന്ന രീതിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. കളറിൽ ഞാൻ പല ഭാഗത്തും കൊബാൾട്ട് ബ്ലൂ കൂടി ചേർത്തിട്ടാണ് ഈ കളർ ചെയ്തു പോകുന്നത്. കാരണം ഒരു ഡാർക്ക് കളറാണ് മൊത്തത്തിൽ അപ്പിയറൻസിൽ നമുക്കുണ്ടാവേണ്ടത്. മുഖത്തിൻ്റെ ഭാഗങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട് പെയിൻറ്റ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ താഴേക്ക് വരുന്തോറും രോമങ്ങളൊക്കെ കുറച്ചുകൂടി കാണുന്ന രീതിയിലാണ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. കണ്ണ് അതേപോലെ ചെവിയുടെ ഭാഗങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് ചേർക്കുക. ഡാർക്ക് ടോൺ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബിറ്റ് ബ്ലാക്ക് കളർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ബ്ലാക്കും ബ്രൗണും ചേർന്ന ഒരു ഇരുണ്ട നിറമാണ് ഈ ഒരു ചിത്രത്തിൽ കൂടുതലായിട്ടും കാണാനാവുക. താഴേക്ക് വരുന്തോറും ബോഡിയുടെ ഷേപ്പിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് കളറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തു വയ്ക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നല്ല കളറുകൾ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗത്ത് പുൽത്തകിടി വരുന്ന രീതിയിലാണ് യെല്ലോയും ഗ്രീനും കൂടി ചെയ്തിട്ടുള്ളത്. കുറച്ച് നല്ലവണ്ണം വൈറ്റ് ബോർഡർ വരുന്ന രീതിയിൽ ആണ് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടുള്ളത്. താഴെ ഭാഗത്ത് വരുന്ന പുല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില ഡീറ്റെയിൽസ് വർക്ക് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഫൈനലായിട്ട് നമുക്ക് ഫിനിഷിംഗ് ടച്ചസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാം. തുടർന്നുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.